എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് മാർച്ച് 7-ാം തീയതി വെള്ളിയാഴ്ച ഉള്ള പരീക്ഷയാണ്. ഒന്നാം ഭാഷയുടെ പാർട്ട് 2 ആണ് അടുത്ത പരീക്ഷ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വെള്ളിയാഴ്ച, അതായത് മാർച്ച് 7-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 11:15 വരെയാണ് പരീക്ഷ. വിദ്യാർത്ഥികൾ രാവിലെ 9 മണിക്ക് തന്നെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നേരത്തെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷനൊന്നും കൂടാതെ തന്നെ പരീക്ഷ എഴുതാം. അതേസമയം നിങ്ങൾ ലേറ്റായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ ലേറ്റായി എന്നുള്ള ലേറ്റാകുമോ എന്നുള്ളൊക്കെയുള്ള ടെൻഷൻ കാരണം നിങ്ങൾ പഠിച്ചതൊക്കെ മറക്കാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ, അതായത് 9 മണിയാകുമ്പോഴേക്ക് തന്നെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാം ഭാഷ പാർട്ട് 2 ആണ് വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷ. അതിൽ മലയാളം, തമിഴ്, കന്നഡ, സ്പെഷ്യൽ ഇംഗ്ലീഷ്, ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളുകൾക്കാണ്. അതുപോലെ അറബിക് സ്കൂളുകൾക്ക് അറബിക് ഓറിയന്റൽ 2-ാം പേപ്പർ, സംസ്കൃതം സ്കൂളുകൾക്ക് സംസ്കൃതം ഓറിയന്റൽ 2-ാം പേപ്പറാണ് പരീക്ഷ ഉണ്ടാവുക. നിങ്ങൾക്കിതിൽ ഏതാണ് അതനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. 40 മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആദ്യം ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് അറിയാവുന്ന, അതിൽ പറഞ്ഞ പ്രകാരം എത്ര ക്വസ്റ്റ്യൻസിനാണോ ആൻസർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അത്രയും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാവുന്നതാണ്. ബാക്കി എക്സ്ട്രാ ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ മാത്രം ആൻസർ ചെയ്താൽ മതി. അത് പ്രത്യേകിച്ച് നിർബന്ധമല്ല. കാരണം നിങ്ങൾ ആദ്യം എഴുതുന്ന എത്ര ക്വസ്റ്റ്യൻസിനാണോ ആൻസർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 5 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ 3 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ നിങ്ങൾ നൽകിയ 3 ആൻസേഴ്സാണ് പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 80 മാർക്കിൽ, അതായത് 80 മാർക്കിൽ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടിയാലും അതുപോലെ 40 മാർക്കിൽ നിങ്ങൾക്ക് ഈ ഒരു 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ജയിക്കുമോ, അതായത് SSLC പരീക്ഷ ജയിക്കുമോ എന്നുള്ള കാര്യം. അപ്പോൾ വിദ്യാർത്ഥികൾ SSLC പരീക്ഷ ജയിക്കും. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. SSLC പരീക്ഷ നിങ്ങൾ ജയിക്കുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു 10 മാർക്ക് കിട്ടിയാൽ, അതായത് 80-ൽ 20 മാർക്ക് CE ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു 40 ആണെങ്കിൽ 10 മാർക്ക് CE മാർക്ക് ഉണ്ട്. ടോട്ടൽ ഇതിനോടൊപ്പം ഫുൾ മാർക്ക് CE കിട്ടുന്ന സമയത്ത് 30 മാർക്കാണ് കിട്ടുക. അതായത് ഈ ഒരു 10-ഉം 20-ഉം ടോട്ടൽ 30 മാർക്കാണ് ഇവിടെ കിട്ടുക. അതുപോലെ 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്ക് CE ഉൾപ്പെടെ നിങ്ങൾക്ക് 15 മാർക്കാണ് കിട്ടുക. അതായത് ആകെ മാർക്കിൻ്റെ 30% മാർക്ക് എന്ന് പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു D+ ഗ്രേഡാണ് കിട്ടുക. അതായത് D+ ഗ്രേഡാണ് കിട്ടുക. D+ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ജയിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞൊരു ഗ്രേഡാണ് D+ ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു രീതിയിൽ നിങ്ങൾ D+ ഗ്രേഡ് വാങ്ങിക്കുക എന്നുള്ളതായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. അതായത് 80-ൽ 10 മാർക്ക്, അതുപോലെ 40-ൽ 5 മാർക്ക് വാങ്ങിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അധികം, അതായത് തീരെ പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാനായിട്ട് ഇത്രയും മാർക്ക് വേണം എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നിങ്ങൾ ഈ ഒരു 10-ഓ 5-ഓ മാർക്ക് വാങ്ങിക്കണം എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന മാർക്ക് മാക്സിമം വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ 80 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിൽ നിങ്ങൾ കുറഞ്ഞത് ഒരു 60 മാർക്കെങ്കിലും വാങ്ങിക്കുക. ഇതിൽ കൂടുതൽ പറ്റുമെങ്കിൽ അത് വാങ്ങിക്കുക. അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിൽ നിങ്ങളൊരു 30 മാർക്കോ അതിൽ കൂടുതലോ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു +1 അഡ്മിഷനൊക്കെ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട്, അതായത് A+A, B+B, ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തിലാണ് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ മാർക്ക് ഉണ്ടാവുക, അതായത് ഗ്രേഡാണ് ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു പിന്നീട് +1 അഡ്മിഷനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളെക്കാൾ കൂടുതൽ മാർക്കുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയം ചിന്തിക്കും, അതായത് എനിക്ക് കൂടുതൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ മാർക്ക് അല്ലെങ്കിൽ കൂടുതൽ ഗ്രേഡ് കിട്ടുമായിരുന്നു എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചിന്തിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയം ചിന്തിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനം ഉണ്ടാവില്ല. കാരണം പരീക്ഷയും കഴിഞ്ഞു, റിസൾട്ടും വന്നു, അതുപോലെ +1ൻ്റെ അഡ്മിഷനൊക്കെ ആ ഒരു ഘട്ടത്തിൽ ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, SSLC പരീക്ഷയ്ക്ക് ഇമ്പ്രൂവ്മെൻ്റ് എന്നുള്ള ഒരു സൗകര്യമില്ല. അതായത് മാർക്ക് കൂട്ടാനായിട്ട് പരീക്ഷ വീണ്ടും എഴുതാനുള്ള ഒരു സൗകര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു SSLC പരീക്ഷ തോൽക്കുകയാണെങ്കിൽ സേ പരീക്ഷ എഴുതിയിട്ട്, അതായത് മാക്സിമം 3 വിഷയമാണ് സേ എഴുതാൻ പറ്റുക, അങ്ങനെ സേ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് ജയിക്കാം എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. ജയിച്ചൊരു വിദ്യാർത്ഥിക്ക് മാർക്ക് കൂട്ടാനുള്ള ഒരു അവസരമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം സ്കോർ ചെയ്യുക. അതായത് എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് എഴുതിയിട്ട് വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് നിങ്ങൾ വാങ്ങാനായിട്ട് ട്രൈ ചെയ്ത് നന്നായിട്ട് എഴുതുക. അതുപോലെ തന്നെ ഒരു എഴുതിയ എക്സാമിന് ഇത്ര മാർക്ക് കിട്ടുമോ ഇത്ര മാർക്ക് കിട്ടില്ല എന്ന് ആലോചിച്ച് പ്രത്യേകിച്ച് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരു വിധത്തിൽ ആവശ്യമില്ല. കാരണം പരീക്ഷയാണ്, അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടാം, എന്നാൽ ചിലപ്പോൾ പ്രതീക്ഷിച്ചതിലും കുറയൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലക്ഷ്യം വെറും ഒരു 5-ഓ 10-ഓ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതിൽ അല്ല. നിങ്ങൾ ഒരു 80-ൽ 60-ഉം അതുപോലെ 40-ൽ 30 മാർക്കെങ്കിലും വാങ്ങിക്കുന്ന രീതിയിൽ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓൾറെഡി നിലവിലിപ്പോൾ 2 പരീക്ഷ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഒന്നാം ഭാഷയുടെ പാർട്ട് 1-ഉം രണ്ടാം ഭാഷയായിട്ടുള്ള ഇംഗ്ലീഷ് പരീക്ഷയും മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു
അതായത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. ഓൾറെഡി ഇപ്പോൾ 2 പരീക്ഷ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ബാക്കി കുറേ പരീക്ഷയുണ്ട്. അതായത് ബാക്കി എന്ന് പറയുമ്പോൾ ഏകദേശം 7 സബ്ജക്റ്റിൻ്റെ പരീക്ഷകളുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ഇനി അടുത്ത പരീക്ഷ വെള്ളിയാഴ്ചയാണ്. അത് 40 മാർക്കിലാണ് അതിൻ്റെ പരീക്ഷയുള്ളത്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, അതായത് ഒരു 25 മുതൽ ഒരു 30-35 വരെ മാർക്ക് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു രീതിയിൽ നല്ല മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് കൂടുതൽ ഉപകാരപ്രദം ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു B+ അല്ലെങ്കിൽ A ഗ്രേഡ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്കത് കൂടുതൽ, അതായത് +1 അഡ്മിഷൻ അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ പോളിടെക്നിക്ക്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ SSLCയുടെ മാർക്ക് പരിഗണിച്ച് ജോലി നൽകുന്ന ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളെക്കാൾ കൂടുതൽ മാർക്കുള്ള വിദ്യാർത്ഥികളായിരിക്കും ആ ഒരു സമയത്ത് അവിടെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ ചിന്തിക്കും, അതായത് നിങ്ങൾക്ക് ഇനി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ആ ഒരു SSLCയുടെ സമയത്ത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോൾ എവിടെ ജോലി കിട്ടും അല്ലെങ്കിൽ എവിടെ അഡ്മിഷൻ കിട്ടുമെന്നൊക്കെ നിങ്ങൾ ആ ഒരു സമയത്ത് ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നിലവിൽ ഈ ഒരു പരീക്ഷ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ നന്നായിട്ട്, അതായത് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് 7 സബ്ജക്റ്റിൻ്റെ പരീക്ഷകളാണുള്ളത്. നിലവിൽ 2 പരീക്ഷ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള 7 സബ്ജക്റ്റിന്, അതായത് നിങ്ങൾക്ക് ഇനി കഴിഞ്ഞ ഈ ഒരു 2 പരീക്ഷയെക്കുറിച്ച് ഇനി നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. അതിന് നിങ്ങൾക്ക് എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട യാതൊരു വിധത്തിൽ ആവശ്യം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയിപ്പോൾ 2 പരീക്ഷ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് 7 പരീക്ഷകളാണ്. അപ്പോൾ ആ ഒരു 7 സബ്ജക്റ്റിൻ്റെ പരീക്ഷകൾക്ക് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു മലയാളമാണ് വെള്ളിയാഴ്ചയുള്ള എക്സാമിനേഷൻ. മലയാളം കൂടാതെ തമിഴ്, കന്നഡ, സ്പെഷ്യൽ ഇംഗ്ലീഷ്, അതുപോലെ ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളുകൾക്ക് ഫിഷറി സയൻസ്, അറബിക് സ്കൂളുകൾക്ക് അറബിക് ഓറിയൻ്റൽ 2ാം പേപ്പർ, സംസ്കൃതം സ്കൂളുകൾക്ക് സംസ്കൃതം ഓറിയൻ്റൽ 2ാം പേപ്പർ എന്നിങ്ങനെ, അതായത് ഈ ഒരു 1ാം ഭാഷയുടെ പാർട്ട് 2 ആണ് പരീക്ഷയുള്ളത്. വെള്ളിയാഴ്ച മലയാളമുള്ളവർക്ക് മലയാളത്തിൻ്റെ സെക്കൻഡ് പാർട്ട് പരീക്ഷയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾ ഏത് വിഷയം ആണെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ 40 മാർക്കിലെയാണ് വെള്ളിയാഴ്ചത്തെ പരീക്ഷ. അപ്പോൾ അതിൽ നിങ്ങൾ കുറഞ്ഞത് ഒരു 30 മാർക്കെങ്കിലും മിനിമം നേടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു 10 അല്ലെങ്കിൽ 5 മാർക്ക് നേടിയതുകൊണ്ട് ജസ്റ്റ് ഒരു D+ കിട്ടി പാസ്സാവാം എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ മറ്റൊരു പ്രയോജനവും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പിന്നീട് റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആ ഒരു റിസൾട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്രം ഒരു D+ ആണ്, എന്നാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതിലും കൂടുതൽ, അതായത് B+ അല്ലെങ്കിൽ A+, A ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്കോർ കിട്ടും എന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയം ചിന്തിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, SSLC പരീക്ഷയ്ക്ക് സേ മാത്രമേ ഉള്ളൂ. അല്ലാതെ ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൂട്ടാനായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ളൊരു സൗകര്യമില്ല. ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ റീവാലുവേഷൻ, അതായത് പുനഃപരിശോധന, അതായത് പേപ്പർ ഒന്നുകൂടി വാലുവേഷൻ ചെയ്യൽ, അതല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന, അതല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എന്നിങ്ങനെയുള്ള അവസരം മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒട്ടും ടെൻഷൻ അടിക്കൊന്നും ചെയ്യേണ്ടതില്ല. ഒരു പരീക്ഷ കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ നന്നായിട്ട് എഴുതാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ ഉത്തരം തെറ്റിപ്പോയി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല എന്നിങ്ങനെയൊക്കെയുള്ള വിവിധ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുതി കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ടതില്ല. ഇനി എഴുതാനിരിക്കുന്ന പരീക്ഷകൾക്ക് നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഇനിയുള്ള പരീക്ഷകൾക്ക് നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. അതുപോലെ ഒരു പരീക്ഷ എഴുതി വേണ്ടത്ര രീതിയിൽ അതിന് എഴുതാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ അത് പ്രത്യേകിച്ച് കാര്യമാകാതെ നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് കൂടുതൽ മികച്ച രീതിയിൽ പഠിച്ചിട്ട് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു സാധാരണ പരീക്ഷ പോലെ തന്നെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.